രാജ്യസഭാംഗങ്ങൾ കൂട്ടത്തോടെ ബിജെപിയിലെത്തിയതിനു പിന്നാലെ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്താൻ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ. പഞ്ചാബിലെ AAP MLA-മാരുമായി കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി അനുമതി തേടി. നിലവിലെ സാഹചര്യം രാഷ്ട്രപതിയെ അറിയിച്ചേക്കും. ഡൽഹിയിൽ നിന്ന് PR അരവിന്ദുണ്ട്. വിശദാംശങ്ങളുമായി അരവിന്ദ്, ആപ്പിന് കടുത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴിതാ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്താൻ ഭഗവന്ത് സിംഗ് മാൻ പഞ്ചാബ് മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഒരു സുപ്രധാന നീക്കമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. കഴിഞ്ഞ ദിവസമാണ് 7 രാജ്യസഭാ എംപിമാർ പാർട്ടി വിടുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ 3 പേർ BJPയിൽ ചേരുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ വലിയ പ്രതിസന്ധിയിലേക്കെല്ലാം കാര്യങ്ങൾ പോകുന്നതായിരുന്നു കണ്ടത്. ആ എംപിമാർക്ക് പുറമെ MLA-മാരെ കൂടി തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുവാൻ BJP ശ്രമങ്ങൾ ആരംഭിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്തായാലും ഇതിനെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ പഞ്ചാബ് ആം ആദ്മി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് രാഷ്ട്രപതിയെ കാണുവാൻ ഇപ്പോൾ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ സമയം തേടിയിരിക്കുന്നത്. MLA-മാർക്കൊപ്പം രാഷ്ട്രപതിയെ കാണാനാണ് നീക്കങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യം രാഷ്ട്രപതിയെ അറിയിക്കുക, അതോടൊപ്പം തന്നെ ഈ 7 എംപിമാരെ അയോഗ്യരാക്കണമെന്നൊരു ആവശ്യം കൂടി ഒരുപക്ഷെ ഭഗവത് മാൻ രാഷ്ട്രപതിയോട് ഉന്നയിക്കും. പ്രധാനപ്പെട്ട കാരണം ഇതിനോടൊപ്പം പരാതി നൽകാൻ വേണ്ടി ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. 10 രാജ്യസഭാ എംപിമാരാണ് ആം ആദ്മി പാർട്ടിക്ക് രാജ്യസഭയിലുള്ളത്. അതുകൊണ്ട് തന്നെ 7 എംപിമാർ BJPയിലേക്ക് കൂറുമാറിയാൽ അവരെ അയോഗ്യരാക്കാൻ സാധിക്കില്ല. പരാതി നൽകിയാലും അത്തരം നടപടികളിലേക്ക് രാജ്യസഭാ അധ്യക്ഷൻ കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു നീക്കം ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും കാണുവാൻ സമയം തേടിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. വരും മണിക്കൂറിൽ രാഷ്ട്രപതിയെ കാണാനുള്ള അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പഞ്ചാബ് ആം ആദ്മി സർക്കാരുള്ളത്. എന്തായാലും സമയം തേടിയതായി ഭഗവത് മാൻ തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.